പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ പേരിൽ തട്ടിപ്പ്. മുൻനിരയിലുള്ളത് കാസർഗോഡ് ജില്ലയിലെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ. ബേഡകം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്ന് പബ്ലിക് കേരള വാർത്ത പുറത്തുവിട്ടിരുന്നു. PMKVYയുടെ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലെ അധികാരികൾ നൽകുന്നില്ല എന്നുള്ള വിവരമാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചത്. എന്നാൽ പബ്ലിക് കേരള ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞെട്ടിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ കോഴ്സിന് അധികൃതർ നൽകുന്ന പരിഗണന ഞങ്ങൾ മനസ്സിലാക്കി. പല വിദ്യാർത്ഥികളും പരീക്ഷ എഴുതാതെയാണ് സർട്ടിഫിക്കറ്റിന് അർഹരായിട്ടുള്ളത്. ജില്ലയിലെ ചില സ്വകാര്യ സ്ഥാപനങ്ങളാണ് പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അധികൃതരിൽ നിന്നും മൗനമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച മറുപടി. ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ ഈ കോഴ്സിലുണ്ട്. വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് 6000 രൂപ വെച്ച് ഏകദേശം 6 ലക്ഷം രൂപ വരുമാനമാണ് 4 മാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുക. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും അധികൃതർ നൽകുന്നില്ല എന്നുള്ളത് പരാതിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പബ്ലിക് കേരള ഉടൻ വരും.